ലഖൻപൂർ എന്ന ഗ്രാമത്തില് ഒരു വ്യവസായി കുടുംബം ഉണ്ടായിരുന്നു. കുടുംബത്തില് ജഗൻ സിംഗ് പിന്നെ ലഗൻ സിംഗ് എന്ന രണ്ട് ചേട്ടൻ അനിയന്മാരും അവരുടെ ഭാര്യ പിന്നെ അവരുടെ അനിയത്തി ഫൂൽമത്തിയുടെ ഒപ്പം താമസിക്കുമായിരുന്നു. ഫൂൽമത്തി ആങ്ങളമാര് നല്ല ഭംഗിയായിട്ട് നോക്കും. അവള് വീട്ടില് ഒരു രാജ്ഞിയെ പോലായിരുന്നു താമസിച്ച്. ഫൂൽമത്തി ചോദിക്കുന്ന എന്തും അവൾക്ക് പെട്ടെന്ന് മേടിച്ചു കൊടുക്കുമായിരുന്നു. ചേട്ടാ, എനിക്ക് ആടുന്ന കുതിര വേണം. ശരിയടി, നീ ചോദിച്ച മാതിരി ഇന്ന് തന്നെ മാർക്കറ്റിൽ പോയിട്ടൊരു കുതിര വാങ്ങിട്ട് വരാട്ടോ. എന്താ നീ പറഞ്ഞ കുതിര? ഫൂൽമത്തിക്ക് ഏത് ആഹാരം ഇഷ്ടമായിരുന്നോ ആ വീട്ടിൽ അത് തന്നെ ഉണ്ടാക്കുമായിരുന്നു. ചേട്ടാ, എനിക്കിന്ന് പനീറിനെ കൂട്ടാൻ മതി. ശരി മോളെ, ഇങ്ങോട്ട് നോക്കിയേ. ഇന്ന് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പനീർ കറി റെഡിയാക്കണം. ഫൂൽമത്തിയും അവളുടെ രണ്ട് ചേട്ടന്മാരുടെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ അവരോട് പറഞ്ഞായിരുന്നു, നോക്ക് നോക്ക് ജഗൻ സിംഗ് പിന്നെ ലഗൻ സിംഗ്, ഫൂൽമത്തിയെ നല്ലോണം നോക്കണം. അവള് ഒരു കാര്യത്തിനും കുറവറിയാൻ പാടില്ല. അവളുടെ അമ്മയും അച്ഛനും ഇല്ലാന്നുള്ള കാര്യം അവൾക്കൊരിക്കലും തോന്നാൻ പാടില്ല. അങ്ങനെ തന്നെ ആയിക്കോട്ടെ അച്ഛാ, നിങ്ങൾ സമാധാനത്തിനോട് ചെത്തുപോക്കോ, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ ഇവിടെ നന്നായിട്ട് നോക്കിക്കോളാം. ഫൂൽമത്തി ഏതൊരു കാര്യത്തിൽ വിഷമം ഉണ്ടായാലും വീട്ടിലെ എല്ലാവരും അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ എത്തും. മൂത്ത ഏട്ടത്തിക്ക് ഫൂൽമത്തിയെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഭർത്താവിനോടുള്ള ഭയം കാരണം അവൾ ഒന്നും മിണ്ടാറില്ല. പക്ഷെ ഇളയ ഏട്ടത്തി ഫൂൽമത്തിയെ നല്ലോണം നോക്കുമായിരുന്നു. അവളെ കുളിപ്പിക്കും, ആഹാരം കഴിപ്പിക്കും, പിന്നെ പഠിപ്പിക്കുകയും ചെയ്യായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രണ്ട് ചേട്ടന്മാരും വ്യവസായത്തിന് ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയി. അവര് അവരുടെ ഭാര്യമാരോട് പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ രണ്ടുപേരും കൂടി ഫൂൽമത്തിയെ നന്നായിട്ട് നോക്കിക്കൊള്ളണം. അവൾക്കാണെങ്കിൽ അച്ഛനും അമ്മയില്ല, ഞങ്ങളാണെങ്കിൽ വ്യാപാരത്തിന് വേണ്ടി പുറത്തേക്ക് പോവാണ്. 1 മാസം കഴിഞ്ഞേ വരുള്ളൂ. അവള് നിങ്ങളെ വിശ്വസിച്ചാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അവൾക്ക് നല്ല ഡ്രസ്സ് ഇട്ട് കൊടുക്കണം, തല നിറച്ച് പൂ വെച്ച് കൊടുക്കണം, അതേപോലെ നല്ല പൊട്ടും വെച്ച് കൊടുക്കണം. അതേപോലെ അവൾക്ക് എന്താണ് ഭക്ഷണം വേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കണം. ഊഞ്ഞാലിലിരുത്തി നന്നായിട്ട് ഊഞ്ഞാലാട്ടണം. അതേപോലെ രാത്രി അവൾക്ക് പാലും കൊടുക്കണം. നിങ്ങള് ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ അവളെ നല്ലോണം നോക്കിക്കോളാം. വ്യവസായം ചെയ്യാൻ രണ്ട് ചേട്ടന്മാരും വീട്ടിൽ നിന്ന് പോയി. രണ്ട് ചേട്ടന്മാരും പോയതിനു ശേഷം രണ്ട് ഏട്ടത്തിമാരും ഫൂൽമത്തിയെ നല്ലോണം നോക്കുന്നുണ്ടായിരുന്നു. മൂത്ത ഏട്ടത്തി അവളുടെ തലയെ പൂ വെക്കുമായിരുന്നു. ഇളയ ഏട്ടത്തിയാണെങ്കിലോ ആഹാരം വാരി കൊടുക്കുമായിരുന്നു. ഒരു ദിവസം പ്രായമായ ഒരു ഭിക്ഷക്കാരി അവരുടെ വീട്ടിന് മുമ്പിൽ ചെന്ന് ഒച്ചയിട്ടു, എനിക്കെന്തെങ്കിലും തരണേ മക്കളെ, ഒരു കട്ടോരി ആട്ട, ഒരു കട്ടോരി അരിയും. പ്രായമായ ഈ ഭിക്ഷക്കാരിക്ക് കഴിക്കാനാണ്. ദൈവം നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ഫലിച്ചു തരും. പുറത്താരെയും കാണാതിരുന്നപ്പം പ്രായമായ ആ ഭിക്ഷക്കാരി ഒന്നും കൂടെ ഒച്ചയിട്ട് നോക്കി, എനിക്കെന്തെങ്കിലും തരണേ മക്കളെ, ഒരു കട്ടോരി ആട്ട, ഒരു കട്ടോരി അരിയും. ഈ പാവം ഭിക്ഷക്കാരിക്ക് കഴിക്കാനാണ്. ദൈവം നിങ്ങളുടെ മനസ്സിലെ സ്വപ്നങ്ങളെല്ലാം പൂർത്തിയാക്കും. പ്രായമായ ഭിക്ഷക്കാരി ഒരുപാട് നേരം അവിടെ ഒച്ചയിട്ട് നോക്കി. വീടിന്റെ കതവേൽ അടിച്ചു നോക്കി, പക്ഷെ ആരും പുറത്തേക്ക് വന്നില്ല. ഇത്രയും നേരം ഒച്ചയിട്ടപ്പം ഭിക്ഷക്കാരിക്ക് ചുമ വന്നു. അവസാനം മൂത്ത മരുമകൾ കതവും തുറന്ന് പുറത്തേക്ക് വന്നു. എന്തുപറ്റി? ഇത്രയും നേരം എവിടെയായിരുന്നു? എത്ര നേരം കൊണ്ട് നിങ്ങളെ ഞാൻ വിളിക്കുന്നുണ്ട്. നിങ്ങളെ വിളിച്ച് വിളിച്ച് എന്റെ തൊണ്ട ഇപ്പൊ ഒച്ചയെടുക്കാൻ പറ്റില്ല. അല്ല അമ്മേ, ഇവിടെ ആർക്കാ സമയം? നാത്തൂന്റെ ഗോഷ്ടി സഹിക്കണോ അതോ നിങ്ങൾക്ക് ആഹാരം കൊണ്ടുവരണോ? അല്ല, നിനക്കെന്താ ഭ്രാന്തുണ്ടോ? പ്രായത്തില് നിന്റെ നാത്തൂൻ നിന്നൊക്കെ ഇളയതല്ലേ, പിന്നെന്തിനാ അവള് കാണിക്കുന്ന ഗോഷ്ടി കാണുന്നേ? കർണക്കുറ്റി നോക്കി 2 കൊടുക്ക്. അല്ല, ഞാൻ പറയുന്നത് ഇപ്പോഴും കയ്യില് സമയമുണ്ട്. നിന്റെ നാത്തൂനുമായിട്ട് നിന്റെ പഴയ കണക്കല്ല അങ്ങ് തീർത്തേര്. ആടിനെ മേയ്ക്കാൻ അവള് കാട്ടിലേക്കൊന്ന് പോകട്ടെ. കാട്ടില് കടുവയും പുലിയൊക്കെ ഉള്ളതാ. ഏതെങ്കിലും ഒരു ജീവി അവളെ തിന്നും. ചേട്ടന്മാരിങ്ങോട്ട് വരുമ്പോ പറഞ്ഞ മതി. വേണ്ടാന്ന് പറഞ്ഞിട്ടും അവള് ഒരുപാട് പനീർ കഴിച്ചു. അവള് വയറിളകി അങ്ങ് ചത്തുപോയെന്ന്. അങ്ങനെ സംഭവിച്ചാലേ നിങ്ങൾ മരുമകൾക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റൂ. മൂത്ത മരുമകൾ ആ ഭിക്ഷക്കാരി പറഞ്ഞതെല്ലാം കേട്ടു. ഇളയ മരുമകൾക്ക് ഈ വിവരം അറിഞ്ഞപ്പോ അവൾ അവരോട് പറഞ്ഞു, ഇല്ല ഇല്ല ചേച്ചി, നിങ്ങള് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. നീ മിണ്ടരുത്. ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമകളാ. ഞാൻ പറയുന്നത് ഇവിടെ എല്ലാരും കേക്കാവൂ.
മൂത്ത ജ്യേഷ്ഠത്തി ഫൂൽമത്തിയുടെ മുടിയിൽ നിന്ന് ആ പൂവ് എടുത്തു. നെറ്റിയിലുള്ള ചന്ദനക്കുറി അവള് മാറ്റി. അവളുടെ പുതിയ വസ്ത്രങ്ങളെല്ലാം തട്ടിട്ട് കീറിയ വസ്ത്രങ്ങളൊക്കെ അവളെ ഇടിപ്പിച്ചു. എന്നിട്ട് ഒരു കുടത്തിനാത്യത്തിൽ അരിയിട്ടിട്ട് അവര് ഫൂൽമത്തിയോട് അവര് പറഞ്ഞു, പോ, കാട്ടിനകത്ത് പോയി ആടുകളെ ഒന്ന് മേയ്ക്ക്. 7 ആടില് ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് കുറഞ്ഞ പിന്നെ ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഫൂൽമത്തി കരഞ്ഞോണ്ട് കാട്ടിനകത്ത് ആടിനെ മേയ്ക്കാൻ പോകുന്നു. നിർമ്മലമായ അവളുടെ ശരീരത്തിന് ആ വെയില് സഹിക്കാൻ പറ്റിയില്ല. അവൾ ഒരു മരത്തിന്റെ കീഴിൽ ചെന്ന് അവിടെ ഇരുന്നു. എന്നിട്ട് വിശന്നപ്പോ കഴിക്കാൻ വേണ്ടി അത് തുറന്നു നോക്കിയപ്പോ അതിനകത്തിരുന്നത് വെറും അരി മാത്രമാണ്. ഉണങ്ങിയ ചോറ് ഫൂൽമത്തിയെ കൊണ്ട് കഴിക്കാൻ കഴിഞ്ഞില്ല. അവള് ക്ഷീണിച്ച മരത്തിന്റെ അടിയിൽ അങ്ങ് ഉറങ്ങിപ്പോയി. ക്ഷീണിച്ച് അവള് തിരിച്ചു വീട്ടിലെത്തിയപ്പോ മൂത്ത ഏട്ടത്തി ആടിനെ എണ്ണാൻ തുടങ്ങി. 1, 2, 3, 4, 5, 6, 7. ഇനി മുതൽ നീ നിലത്ത് കിടന്നാ മതി. കഴിക്കാനുള്ള ആഹാരം ഞാൻ നാളെ തരാം. രാത്രിയില് ആരും അറിയാതെ ഇളയേട്ടത്തി പ്ലേറ്റില് പായസം, പൂരി, പിന്നെ മധുരം കൊണ്ടുവന്നു. എന്നിട്ട് പിന്നെ ഫൂൽമത്തിക്ക് അത് കൈകൊണ്ട് വാരിക്കൊടുത്തു. അടുത്ത ദിവസം പിന്നെയും മൂത്തേട്ടത്തി ഫൂൽമത്തിയെ കാട്ടിലേക്ക് ആടിനെ മേയ്ക്കാൻ വിടുന്നു. ഫൂൽമത്തി ആ ഉണങ്ങിയ ചോറ് വഴി കണ്ട ഒരു പശുവിന് തിന്നാൻ കൊടുത്തു. എന്നിട്ട് ആ കാട്ടില് മരത്തിന്റെ അടിയിൽ ഇരുന്നോണ്ട് കരഞ്ഞോണ്ട് അവള് പറഞ്ഞു, അമ്മയില്ല എനിക്ക്, അച്ഛനുമില്ല എനിക്ക്. എന്റെ ഏട്ടന്മാര് പുറത്തു പോയി. ഏട്ടത്തിമാരെന്നെ കാട്ടിലേക്ക് അയച്ചു. ദൈവമേ, എന്നെ നിങ്ങളുടെ അടുത്തേക്ക് വിളിക്കൂ. വൈകുന്നേരം ഫൂൽമത്തി ആടിനെ എടുത്തോണ്ട് വീട്ടിലേക്ക് ചെന്നപ്പോ മൂത്ത ഏടത്തി ആടിനെ എല്ലാം എണ്ണാൻ തുടങ്ങി. 1, 2, 3, 4, 5, 6. 6 മാത്രമേ ഉള്ളോ? ഒരെണ്ണം കുറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, നീ ഒരാടുകൊണ്ട് എന്താ ചെയ്തേ? അതിനെ വിറ്റോ? നീ ഇങ് കൊണ്ടുവന്നേ. കൈ കിട്ട പൈസ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ വെട്ടിമുറിക്കും. അവളുടെ മൂക്കും കാതും വെട്ടാൻ വേണ്ടി മൂത്ത ജ്യേഷ്ഠത്തി മുറിക്കകത്ത് കത്തിയെടുക്കാൻ പോയി. പേടിച്ച് വിറച്ച ഫൂൽമത്തി ആ ആടിനെ അന്വേഷിച്ച് നേരെ തിരിച്ച് കാട്ടിലേക്ക് പോയി. കാട് മുഴുവൻ അരിച്ചു പെറുക്കിയതിനു ശേഷം അവള് ആടിനെ കൊണ്ട് നേരെ വീട്ടിലേക്കെത്തി. ആഹാരം നിനക്ക് നാളെ തരുന്നുള്ളൂ. ഇളയേട്ടത്തി ആരും കാണാതെ അവിടെ വന്നു ഫൂൽമത്തിക്ക് ആഹാരം വാരിക്കൊടുത്തു. ഇങ്ങനെ നടന്ന് ഏകദേശം 1 മാസം കഴിഞ്ഞു. ഈ 1 മാസത്തിൽ വെയിലത്ത് നിന്ന് ഫൂൽമത്തിയുടെ ശരീരം അഴുക്കുപിടിച്ചും കറുപ്പുമായി. അവിടെ ജഗൻ സിംഗ് പിന്നെ ലഗൻ സിംഗ് വ്യവസായമെല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്കെത്തി. അവര് കാട്ടിക്കൂടെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോ പെട്ടെന്നായിരുന്നു അവർക്ക് ഒരു പെങ്കൊച്ച് കരയുന്ന ഒച്ച അവര് കേട്ടത്. അവരാ പെങ്കൊച്ചിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, നീ ആരാ കുട്ടി? നീ എന്താ ഇവിടെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുന്നേ? അമ്മയില്ല എനിക്ക്, അച്ഛനും ഇല്ല. എന്റെ ഏട്ടന്മാര് ദൂരെ പോയി. ഏട്ടത്തിമാരെന്നെ കാട്ടിലയച്ചു. ദൈവമേ, എന്നെ നിങ്ങളുടെ അടുത്തേക്ക് വിളിക്കൂ. ചേട്ടാ, ഇവള് നമ്മുടെ ഫൂൽമത്തി മാതിരി ഉണ്ടല്ലോ. 2 ചേട്ടന്മാരും ഫൂൽമത്തിയെയും കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്കെത്തി. വീട്ടിലെത്തിയ ഫൂൽമത്തി മൂത്ത ജ്യേഷ്ഠത്തി കാണിച്ചതെല്ലാം അവരോട് പറഞ്ഞു. ഇളയ ഏട്ടത്തിയാണ് എന്റെ ശരിക്കും അമ്മ. 2 ചേട്ടന്മാരും മൂത്ത ജ്യേഷ്ഠത്തിയെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്നിട്ട് മൂത്ത ജ്യേഷ്ഠത്തിയെ അവര് കാട്ടില് വിട്ടുവന്നു. 2 പേരും തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോ ഫൂൽമത്തി അവരോട് പറഞ്ഞു, ചേട്ടാ, മൂത്ത ജ്യേഷ്ഠത്തി എന്നോട് എന്ത് കാണിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോ അവരെ നമ്മൾ ക്ഷമിക്കുന്നതായിരിക്കും നല്ലത്. അവര് ചെയ്തതുപോലെ നമ്മളും ചെയ്ത പിന്നെ അവരും നമ്മളും തമ്മിൽ എന്താണല്ലോ വ്യത്യാസം. അപ്പോഴാണ് ലഗൻ സിംഗ് കാട്ടിലേക്ക് പോയി മൂത്ത ജ്യേഷ്ഠത്തിയെ തിരിച്ചു കൊണ്ടുവരുന്നത്. എന്നോട് ക്ഷമിക്കണം ഫൂൽമത്തി, നിനക്ക് ദയുള്ള കൂട്ടത്തിലാ. ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചു. പക്ഷേ നീ അതിന് പ്രതികാരമൊന്നും വീട്ടിയില്ല. ചെയ്തതിൽ എനിക്ക് ശരിക്കും പശ്ചാത്താപമുണ്ട്. സാരമില്ല എടത്തി, തെറ്റ് ചെയ്യുന്നത് നമ്മള് മനുഷ്യര് മാത്രമല്ലേ. ആ ദിവസത്തിന് ശേഷം ഫൂൽമത്തിയുടെ കുടുംബം വളരെ സന്തോഷപൂർവ്വം ജീവിച്ചു.